നമസ്കാരം. NCP അജിത് പവാർ പക്ഷം നേതാവ് പ്രഫുൽ പട്ടേലിനെതിരായ അഴിമതി കേസ് അവസാനിപ്പിച്ച് CBI. പ്രഫുൽ പട്ടേൽ വ്യോമയാന മന്ത്രിയായിരിക്കെ നടന്ന എയർ ഇന്ത്യ ഇന്ത്യൻ എയർലൈൻസ് ലയനവുമായി ബന്ധപ്പെട്ട കേസിലാണ് CBI അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നത്. BJP നേതൃത്വം നൽകുന്ന NDA സഖ്യത്തിനൊപ്പം പ്രഫുൽ പട്ടേൽ കൈകോർത്ത് 8 മാസങ്ങൾക്കിപ്പുറമാണ് CBI കേസ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എയർ ഇന്ത്യ ഇന്ത്യൻ എയർലൈൻസ് ലയനത്തിന് ശേഷം നാഷണൽ ഏവിയേഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് വിമാനങ്ങൾ പാട്ടത്തിന് നൽകിയതിന് അപാകതകൾ ഉണ്ടെന്ന ആരോപണത്തിന് തെളിവില്ലെന്ന് CBI സമർപ്പിച്ച ക്ലോഷർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. UPA സർക്കാർ കേന്ദ്രം ഭരിക്കുമ്പോഴാണ് വിമാനങ്ങൾ പാട്ടത്തിന് നൽകിയത്. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം 2017 കേസ് CBI അന്വേഷിക്കാൻ ആരംഭിച്ചത്. ആവശ്യമായ പൈലറ്റുമാർ പോലും ഇല്ലാതിരിക്കെ 15 ആഡംബര വിമാനങ്ങളാണ് അന്ന് പാട്ടത്തിന് നൽകിയിരുന്നത്. യാത്രക്കാർ കുറഞ്ഞിരിക്കുകയും നഷ്ടം നേരിടുകയും ചെയ്യുന്ന സമയത്താണ് എയർ ഇന്ത്യക്ക് വിമാനങ്ങൾ നൽകിയത്. ഈ ഇടപാട് സ്വകാര്യ കമ്പനികൾക്ക് സാമ്പത്തിക നേട്ടവും സർക്കാരിന് വലിയ നഷ്ടവും ഉണ്ടാക്കി എന്നായിരുന്നു ആരോപണം. 2023 ജൂലൈ 2 NCPയെ പിളർത്തിക്കൊണ്ട് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയിൽ ചേക്കേറുന്നത്. പിന്നീട് ഈ വിഭാഗം NCP, അതായത് അജിത് പവാർ പക്ഷം എന്നറിയപ്പെട്ടു. അജിത് പവാറിനെതിരായ 25,000 കോടി രൂപയുടെ സഹകരണ ബാങ്ക് വായ്പ തട്ടിപ്പ് കേസ് അവസാനിപ്പിക്കാൻ പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം വിചാരണ കോടതിയെ സമീപിച്ചത് ഈ മാസം ആദ്യമാണ്. തെളിവില്ല എന്ന് പറഞ്ഞാണ് ഈ കേസിലും ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് പ്രഫുൽ പട്ടേലിനെതിരായ കേസ് CBIയും അവസാനിപ്പിച്ചത്. അജിത് പവാർ BJP മുന്നണിയിൽ ചേർന്നപ്പോൾ ഒപ്പം പോയ നേതാവാണ് പ്രഫുൽ പട്ടേൽ. നേരത്തെ അജിത് പവാറിനെതിരായ 70,000 കോടി രൂപയുടെ ഇറിഗേഷൻ അഴിമതി കേസ് 2019 ഡിസംബറിൽ അഴിമതി വിരുദ്ധ വിഭാഗം അവസാനിപ്പിച്ചിരുന്നു. NCP വിട്ട് BJPക്കൊപ്പം ചേർന്നതിന് പിന്നാലെയായിരുന്നു ഇതും സംഭവിച്ചത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.